പ്ലസ് ടു ഫിസിക്സിലെ ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന ഒരു പേരാണ് റേ ഒപ്റ്റിക്സ്. എന്തായിരിക്കും അവർക്ക് റേ ഒപ്റ്റിക്സ് ടഫാവാനായിട്ടുള്ള കാരണം? അഥവാ ആ ചാപ്റ്റർ ടഫാണെങ്കിലും നമുക്ക് അവനെ ഈസി ആക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. സോ ഇന്നു മുതൽ നമ്മൾ അതിനാണ് ശ്രമിക്കാനായിട്ട് പോകുന്നത്. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ ചാപ്റ്ററിനെ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട്. ധാരാളം ക്വസ്റ്റ്യൻസും ഡെറിവേഷൻസും ഒക്കെ ഉള്ള ചാപ്റ്ററാണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് റേ ഒപ്റ്റിക്സ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലാ ഓഫ് റിഫ്ലക്ഷൻ. എന്താണ് ലാ ഓഫ് റിഫ്ലക്ഷൻ? ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ ഈസി ആയിട്ട് കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഡയഗ്രാം കാണാനായിട്ട് സാധിക്കും. ആ ഡയഗ്രത്തിൽ 2 റേ കാണിച്ചിട്ടുണ്ട്, എ ബിയും ബി സിയും. എ ബി എന്താണ്, ബി സി എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു സർഫസ് അവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് റേ വന്ന് ആ സർഫസിൽ പതിക്കും. ആ വന്ന് പതിക്കുന്ന റേനെയാണ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എ ബി വന്ന് പതിക്കുന്ന റേ, അതായത് ഇൻസിഡന്റ് റേ ആണ്. ഈ ലൈറ്റ് റേ വന്ന് പതിച്ചെന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോയ റേ ആണ് ഈ ചിത്രത്തിൽ ബി സി ആയിട്ട് കാണിച്ചിരിക്കുന്നത്, അതായത് റിഫ്ലക്റ്റഡ് റേ. ഇനി എ ബി അതായത് ഇൻസിഡന്റ് റേക്കും ബി സി റിഫ്ലക്റ്റഡ് റേയുടെ ഇടയിൽ നിങ്ങൾക്കൊരു ഡോട്ടഡ് ലൈൻ കാണാനായിട്ട് സാധിക്കുന്നില്ലേ? ആ ഡോട്ടഡ് ലൈനെ വിളിക്കുന്ന പേരാണ് നോർമൽ എന്നാണ് പറയുന്നത്. ഇതല്ലാതെ ഇങ്ങനെയും പറയാനായിട്ട് സാധിക്കും. ഇൻസിഡന്റ് റേയുടെയും റിഫ്ലക്റ്റഡ് റേയുടെയും ഇടയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലൈനിനെയാണ് നോർമൽ എന്ന് പറയുന്നത്. 90 ഡിഗ്രിയിൽ നിൽക്കുന്ന ആ ഒരു ഇതിനെയാണ് നോർമൽ എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ഡയഗ്രത്തിൽ ബി എന്നെ നോർമലായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇൻസിഡന്റ് റേക്ക് റിഫ്ലക്റ്റഡ് റേക്ക് നോർമലായിട്ടുള്ളത്. ഇൻസിഡന്റ് റേ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഐ എന്ന് പറയും. റിഫ്ലക്റ്റഡ് റേ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആർ എന്ന് പറയും. ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ് ലാ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇവർ 3 പേരും ഒരേ പ്ലെയിനിലായിരിക്കുമെന്നാണ് ലാ ഓഫ് റിഫ്ലക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രത്തിലൂടെ അത് വ്യക്തമാക്കാനായിട്ട് സാധിക്കും അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പിന്നെ റിഫ്ലക്റ്റഡ് റേ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, പിന്നെ നോർമൽ, ഇവർ 3 പേരും ഒരേ പ്ലെയിനിലാണ്. അതാണ് ലാ ഓഫ് റിഫ്ലക്ഷൻ. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റേ ഒപ്റ്റിക്സ് നിങ്ങൾ വിചാരിച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇതുപോലെ നമുക്ക് ഈ ചാപ്റ്റർ സെറ്റാക്കി പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യുക, പറയുക. താങ്ക് യു.